സമീപകാലത്ത് കേരളത്തിൽ നടക്കുന്ന പല അക്രമ സംഭവങ്ങളും പരിശോധിച്ചാൽ മലയാളിയുടെ മനോനില തെറ്റുകയാണോ എന്ന് തോന്നിപ്പോകും. ലഹരിക്കടിമകളായി സ്വന്തം മാതാപിതാക്കളെ പോലും കൊലപ്പെടുത്തുന്ന യുവാക്കൾ, പ്രണയം നിരസിച്ചതിന് കാമുകിയെ ആക്രമിക്കുകയും വകവരുത്തുകയും ചെയ്യുന്നവർ, സംശയം കാരണം ഭാര്യയെ വെട്ടിനുറുക്കുന്നവർ, കുട്ടികളിലെ ക്രിമിനൽ വാസന, അതിന് പല കാരണങ്ങളുമുണ്ട്. കുഞ്ഞുങ്ങളിലെ ഡിജിറ്റൽ അടിമത്തവും, ചെറുപ്പക്കാരിലെ ലഹരി ഉപയോഗവും, മുതിർന്നവരിലെ വിഷാദരോഗവും ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് ഈ നാടിനെ കൊണ്ടെത്തിക്കുന്നത്. ഈ പകലും കേട്ടു ഭാര്യയെയും അമ്മയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയവരെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആലപ്പുഴ കായംകുളം സ്വദേശികളായ ശ്രീവത്സനും ഭാര്യ രാജേശ്വരിയും ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചതാണ്. ആത്മഹത്യ ചെയ്യാൻ 3 തവണ ശ്രമം നടത്തി. ഭാര്യ തൂങ്ങി മരിക്കുന്നത് നേരിൽ കണ്ട ശ്രീവത്സൻ ഭയന്നു വിറച്ചു. അതോടെ ജീവനൊടുക്കേണ്ട എന്ന തീരുമാനം. എന്നാൽ ഭാര്യയുടെ മരണത്തിൽ ശ്രീവത്സനെതിരെ കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. തൂങ്ങി മരിക്കാനായി രാജേശ്വരി അമ്മയുടെ കഴുത്തിൽ കുരുക്കിട്ടതും മരണത്തിലേക്ക് നയിച്ചതും ശ്രീവത്സൻ പിള്ളയെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ഇവർ കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചതെന്നാണ് വിവരം. വർഷങ്ങൾക്ക് മുൻപ് ഒരു അപകടം സംഭവിച്ച ശ്രീവത്സന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസും നാട്ടുകാരും പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് രാജേശ്വരി അമ്മയെ പുള്ളിക്കണക്കിലെ വാടക വീട്ടിൽ അടുക്കളയുടെ മേൽക്കൂരയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് ഭർത്താവ് ശ്രീവത്സൻ പിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാജേശ്വരി അമ്മയുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യത മൂലം രാജേശ്വരി അമ്മയും ശ്രീവത്സൻ പിള്ളയും ആത്മഹത്യ ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു. തുടർന്ന് തൂങ്ങി മരിക്കുന്നതിനായി ഏണി ഉപയോഗിച്ച് മുകൾ കയറി സാരി കൊണ്ട് കുടുക്കുണ്ടാക്കിയതും രാജേശ്വരി അമ്മയെ സ്റ്റൂൾ കയറ്റി നിർത്തി കഴുത്തിൽ കുരുക്ക് മുറുക്കിയതും ശ്രീവത്സൻ പിള്ളയാണെന്ന ചോദ്യം ചെയ്യലിൽ പോലീസ് കണ്ടെത്തി. രാജേശ്വരി അമ്മ മരിച്ചതിനു ശേഷം ശ്രീവത്സൻ പിള്ള ആത്മഹത്യയിൽ നിന്ന് പിന്മാറുകയാണുണ്ടായത്. ഭാര്യയുടെ വായിൽ നിന്നും രക്തം വരുന്നത് കണ്ടതോടെ ഭയന്നെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. സംഭവത്തിനു ശേഷം വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ രക്ഷപ്പെട്ട ഇയാളെ പിന്നീട് വെട്ടിക്കോട് കള്ളുഷാപ്പിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. കുറച്ചുനാൾ മുമ്പ് ശ്രീവത്സൻ പിള്ളയ്ക്കുണ്ടായ അപകടത്തെ തുടർന്ന് ചികിത്സക്കായി ലക്ഷക്കണക്കിന് രൂപ ചിലവായിരുന്നു. ഇതിനായി പലയിടങ്ങളിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നതായും പോലീസ് പറയുന്നു. മക്കളെയോ ബന്ധുക്കളെയോ ബാധ്യതയെക്കുറിച്ച് അറിയിച്ചിരുന്നില്ല. മുൻപും ഇവരുടെ ഭാഗത്തുനിന്ന് ആത്മഹത്യാ ശ്രമം ഉണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആലപ്പുഴ. ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ എന്ന സിനിമയിലെ ചില ക്രൈം സീനുകൾ കണ്ട് പ്രേക്ഷകരുടെ തല മരവിച്ചതാണ്. പിഞ്ചുകുഞ്ഞിനെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ രംഗം അങ്ങേയറ്റം ഭയാനകമായിരുന്നു. ഇത്തരം സിനിമകൾ മലയാളികളെ പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടാകാം. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ ഒരു യുവാവ് സ്വന്തം അമ്മയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചും വെട്ടിയുമാണ് കൊലപ്പെടുത്തിയത്. കൽപ്പകഞ്ചേരി വയലത്തൂർ സ്വദേശിനി ആമിനയെ കൊലപ്പെടുത്തിയ കേസിൽ മകൻ മുസമ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് വിവരം. രാവിലെ 7 മണിയോടെയായിരുന്നു അരുംകൊല. കൽപ്പകഞ്ചേരിയിലെ കാവുപുരയിൽ 62കാരി ആമിനയെ 35കാരനായ മകൻ മുസമ്മിൽ കൊടുവാൾ ഉപയോഗിച്ച് വെട്ടി. അടുക്കളയിൽ ജോലിയിലായിരുന്ന ആമിനയെ പിന്നിലൂടെ ചെന്ന് വെട്ടുകയായിരുന്നു. നിലത്ത് വീണ ആമിനയുടെ തല ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചു. ആമിന തൽക്ഷണം മരിച്ചു.
മുസമ്മലിന് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സമാന തരത്തിലുള്ള പ്രകോപനങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ആമിനയുടെ ഭർത്താവ് രാവിലെ ജോലിക്ക് പോയതിന് പിന്നാലെയാണ് സംഭവം. അമ്മയും മകനും തമ്മിൽ രാവിലെ വാക്കേറ്റമുണ്ടായി. അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു മകൻ. മുസമ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലയളവിൽ പലരോടും ഇഷ്ടവും പ്രണയവും തോന്നാം. പിന്നീട് തിരിച്ചറിവുണ്ടാകുമ്പോൾ ആ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നവരുണ്ട്. ഇങ്ങനെ മുൻപ് പ്രണയിച്ചവർ മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിച്ചെന്ന് കരുതി അവരുടെ പിന്നാലെ നടന്ന് പക വീട്ടുന്നത് അങ്ങേയറ്റം മോശപ്പെട്ട പ്രവണതയാണ്. തിരുവനന്തപുരം തിരുവല്ലത്ത് 7 മാസം ഗർഭിണിയായ യുവതിയെ വീട്ടിൽ കയറി വധഭീഷണി മുഴക്കിയ മുൻ കാമുകനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വലിയതുറ സ്വദേശി ഗോഡ്വിൻ ലോപ്പസാണ് യുവതിക്ക് നേരെ കൊലവിളി മുഴക്കിയത്. യുവതിയുടെ പരാതിയിൽ ഗോഡ്വിനെതിരെ കേസെടുത്തെങ്കിലും തിരുവല്ലം പോലീസ് പ്രതിയെ സംരക്ഷിക്കുകയാണെന്ന് ആക്ഷേപമുണ്ട്. വലിയതുറ സ്വദേശി ഗോഡ്വിൻ ലോപ്പസ് ആണ് കഴിഞ്ഞ ദിവസം തിരുവല്ലത്ത് പെൺകുട്ടിയുടെ വീട്ടിലെത്തി വധഭീഷണി മുഴക്കിയത്. ഗർഭസ്ഥ ശിശുവിനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. യുവതിക്ക് നേരെയും ആക്രോശമുണ്ടായി. ഇരുവരും എറണാകുളത്ത് പരിചയക്കാരായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്ത് ജോലി ലഭിച്ച പെൺകുട്ടി തിരുവല്ലം സ്വദേശിയെ വിവാഹം കഴിച്ചു. പെൺകുട്ടിയുടെ ഭർത്താവിനെയും നിരന്തരം അക്രമി ഭീഷണിപ്പെടുത്തിയിരുന്നു. പല ഫോൺ നമ്പറുകളിൽ നിന്ന് ഭീഷണി സന്ദേശം അയച്ചു. കഴിഞ്ഞ ദിവസം ഭർത്താവിന്റെ അമ്മൂമ്മയും സഹോദരിയും മാത്രം യുവതിക്കൊപ്പം ഉണ്ടായിരുന്നപ്പോഴാണ് ഭീഷണിയുമായി ഗോഡ്വിൻ എത്തിയത്. ഇതേ തുടർന്ന് തിരുവല്ലം പോലീസിൽ പരാതി നൽകി. ഞാനും എൻ്റെ അമ്മൂമ്മയും എൻ്റെ അനിയത്തിയും, അതായത് ഭർത്താവിൻ്റെ അമ്മൂമ്മയും അനിയത്തിയും മാത്രം ഉണ്ടായിരുന്ന ദിവസം വീട്ടിൽ ആണുങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറി വന്ന് ഇതേപോലെ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തി അവളെ ഞാൻ ഇതേപോലെ കൊല്ലുമെന്നും വീട്ടുകാർ ഇയാളുടെ വലിയച്ഛനായതോ വലിയതറയിലെ CA ആയിരുന്നെന്നോ എന്തോ പറഞ്ഞിട്ട് ഇവർക്ക് ആ രീതിയിലുള്ള പിടിപാടുണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടുകാരെ വിളിച്ച് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇവരുടെ വീട്ടുകാരെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതേ തരത്തിലുള്ള കോണ്ടാക്റ്റുള്ള ആൾക്കാരാണ്. ഞങ്ങൾ അതുവഴി ഞങ്ങൾ ഊരിയെടുത്തോളാം ഞങ്ങളുടെ മകനെ. പരാതി ഒത്തുതീർപ്പാക്കാനായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായതെന്ന് ആരോപണമുണ്ട്. പോലീസിലും മറ്റ് സർക്കാർ വകുപ്പുകളിലും തനിക്ക് ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞു ഗോഡ്വിന്റെ ഭാഗത്തു നിന്ന് ഭീഷണിയുണ്ടായതായി പരാതിക്കാർ പറയുന്നു. ഇടയ്ക്ക് നഗരത്തിൽ വെച്ച് യുവതിയെ കണ്ടപ്പോഴും ഗോഡ്വിൻ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. തിരുവനന്തപുരം. എറണാകുളം കാക്കനാട് കസ്റ്റംസ് ഉദ്യോഗസ്ഥനും കുടുംബവും കൂട്ട ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്ത്? അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജിയുടെയും കുടുംബത്തിൻ്റെയും ആത്മഹത്യ CBI അറസ്റ്റ് ഭയന്നെന്നാണ് പോലീസിൻ്റെ സംശയം. ജാർഖണ്ഡ് PSC പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇയാളുടെ സഹോദരി ശാലിനിയെ CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അതേസമയം വിദേശത്തുള്ള ഇവരുടെ സഹോദരി കേരളത്തിലെത്തിയ ശേഷം മാത്രം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതിയെന്നാണ് പോലീസിന്റെ തീരുമാനം. ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും നീക്കമുണ്ട്. ജാർഖണ്ഡ് PSC പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ശാലിനിക്ക് ഡെപ്യൂട്ടി കളക്ടറായി നിയമനവും ലഭിച്ചിരുന്നു. എന്നാൽ പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഇവരുടെ ബാച്ചിന്റെ നിയമനങ്ങൾ സർക്കാർ മരവിപ്പിച്ചു. കേസെടുത്തതിനെ തുടർന്ന് ജോലിയിൽ പ്രവേശിക്കാനും കഴിഞ്ഞില്ല. മനീഷ ലീവെടുത്തത് സഹോദരിയുടെ ചില പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നതായി സഹപ്രവർത്തകരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ കേസ് അന്വേഷിക്കുന്ന CBI സംഘം ചോദ്യം ചെയ്യലിനായി ശാലിനിക്കും നോട്ടീസ് നൽകിയിരുന്നു. 1ാം റാങ്ക് നേടി നിയമനം നേടിയിട്ടും ജോലി നഷ്ടപ്പെടുകയും കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്തതിന്റെ മാനഹാനിയാകാം കൂട്ട ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.
അമ്മ ശകുന്തളയുടെ മരണം സംഭവിച്ചതെങ്ങനെയെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അമ്മയുടെ മരണശേഷമാണ് ശാലിനിയും സഹോദരനും ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് പറയുന്നു. വിദേശത്തുള്ള ഇവരുടെ സഹോദരി കേരളത്തിലെത്തിയ ശേഷം മാത്രം പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതിയെന്നാണ് പോലീസിന്റെ നിലവിലെ തീരുമാനം. ഇവരുടെ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മരിച്ച മനീഷിന് സർവീസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നതും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. ശാലിനിയുടെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ CBIയിൽ നിന്ന് തേടാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 3 പേരെയും മരിച്ച നിലയിൽ ക്വാർട്ടേഴ്സിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. ന്യൂസ് 18 കൊച്ചി. പല കുടുംബങ്ങളിലും മാതാപിതാക്കളെല്ലാം തിരക്കിട്ട ലോകത്താണ് ജീവിക്കുന്നതെന്നറിയാം. എങ്കിലും ഇടയ്ക്കൊക്കെ മക്കളോട് സ്നേഹത്തോടെ അല്പസമയം സംസാരിക്കണം. അവരുടെ ഫോണുകളും കമ്പ്യൂട്ടറും വല്ലപ്പോഴും ഒന്ന് പരിശോധിക്കണം. കാരണം ഇതൊരു കെട്ട കാലമാണ്. സൗഹൃദം നടിച്ച് പലരും കുഞ്ഞുങ്ങളുടെ പിന്നാലെ കൂടും. വലിയ അപകടക്കെണിയിൽ വീഴുമ്പോഴാണ് അച്ഛനമ്മമാർ പോലും എല്ലാം അറിയുന്നത്. മലപ്പുറം നിലമ്പൂർ വഴിക്കടവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആശങ്ക തോന്നുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. കേസിൽ വയനാട് കൽപ്പറ്റ സ്വദേശിയായ ഷാഹുൽ ഹമീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻസ്റ്റാഗ്രാം വഴിയാണ് പെൺകുട്ടിയുമായി പ്രതി പരിചയത്തിലായത്. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി പെൺകുട്ടിയുമായി നിരന്തരം ചാറ്റ് ചെയ്യുകയും വയനാട്ടിൽ നിന്നും വഴിക്കടവിലെത്തി പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തു. കുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി വീട്ടുകാർ ചോദിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. തുടർന്ന് രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് വഴിക്കടവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത്. വഴിക്കടവ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ സ്പെഷ്യൽ സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിദേശത്തേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പ്രതി. മഞ്ചേരി പോക്സോ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. ലോൺ ആപ്പുകളുടെ കെണിയിൽപ്പെട്ട് ജീവിതം തകർന്ന പലരെക്കുറിച്ചും നമ്മൾ കേൾക്കാറുണ്ട്. 1 വർഷം മുൻപ് കൊച്ചി കടമക്കുടിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ കൂട്ട ആത്മഹത്യ ചെയ്തത് തട്ടിപ്പ് സംഘത്തിൻ്റെ ഭീഷണിയെ തുടർന്നായിരുന്നു. ഇങ്ങനെ മലയാളികൾക്ക് വേണ്ടി വല വിരിച്ചിരിക്കുകയാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ. തട്ടിപ്പ് നിയന്ത്രിക്കുന്ന സംഘങ്ങളിൽ മലയാളി യുവാക്കളുമുണ്ട് എന്നത് ആശങ്കപ്പെടുത്തുകയാണ്. കൊച്ചിയിൽ ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് വഴി പണം തട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ പിടിയിലായവരിൽ 2 മലയാളികളുമുണ്ട്. കോഴിക്കോട് സ്വദേശി സയ്യിദ് മുഹമ്മദ്, ഫോർട്ട് കൊച്ചി സ്വദേശി വർഗീസ് എന്നിവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് അറസ്റ്റ് ചെയ്തത്. ചൈനീസ് ആപ്പുകൾ വഴി വായ്പ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന രാജ്യാന്തര ബന്ധമുള്ള സംഘമാണ് ഇഡിയുടെ പിടിയിലായത്. വായ്പയായി ആദ്യം ചെറിയ തുകകൾ നൽകും, പിന്നീട് വലിയ തുകകൾ നൽകുന്നതാണ് ലോൺ ആപ്പിന്റെ രീതി. ലോൺ തുക കൂടുമ്പോൾ പലിശയിനത്തിൽ വലിയ തുക ആവശ്യപ്പെടും. ഇത് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ വ്യക്തിപരമായ ചിത്രങ്ങൾ വെച്ച് ഇവർ ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയിരുന്നത്. ലോൺ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നവരുടെ മൊബൈൽ ഡാറ്റ ഫോട്ടോകൾ സഹിതം കൈക്കലാക്കുകയും പിന്നീട് ഫോണിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നതായിരുന്നു രീതി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയിരുന്നയാൾ പുനരൂരിൽ അറസ്റ്റിൽ. പിടിയിലായത് കുന്നിക്കോട് വിളക്കുടി സ്വദേശി ഷിബു.
കഞ്ചാവ് ചെടികളും കഞ്ചാവുമായി കൊട്ടാരക്കരയിൽ 6 പേർ പിടിയിൽ. എക്സൈസ് പിടികൂടിയവരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയും. ഇടുക്കി കമ്പമെട്ടിൽ 245 ലിറ്റർ ചാരായം പിടികൂടി. കട്ടേക്കാനം സ്വദേശി ചക്രപാണി സന്തോഷ് അറസ്റ്റിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് വലിയമലയിൽ 149 ലിറ്റർ വാറ്റുചാരായവും 39 ലിറ്റർ വൈനുമായി ഒരാൾ പിടിയിൽ. അറസ്റ്റിലായത് വലിയമല പനക്കോട് സ്വദേശി ഭജൻലാൽ. ജീവിതത്തിൽ ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കുകയും പല രീതിയിൽ നമ്മളെ വേദനിപ്പിച്ചവരും മുറിവേൽപ്പിച്ചവരുമുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരസ്യമായി അപമാനിച്ചവർ, വാക്കുകൊണ്ട് കുത്തി നോവിച്ചവർ, നുണപ്രചരണങ്ങൾ നടത്തി നമ്മളെ ഇല്ലാതാക്കാൻ നോക്കിയവർ. അവരോടൊക്കെ പ്രതികാരം ചെയ്യാൻ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇനി പ്രതികാരം ചെയ്തതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ? ഇന്ന് ഈ നാട്ടിൽ സംഭവിക്കുന്ന പല കേസുകളും പരിശോധിച്ചാൽ അതിന് കാരണം വ്യക്തിപരമായ വെറുപ്പും പ്രതികാരവുമാണ്. നമ്മളെ വേദനിപ്പിച്ചവരോട് മനസ്സിൽ പകയും വിദ്വേഷവുമായി നടന്നാൽ നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കൂ. പക വീട്ടാനിറങ്ങിയാൽ അതിൻ്റെ ഭവിഷ്യത്തും അനുഭവിക്കേണ്ടി വരും. പഴയകാല ദുരനുഭവങ്ങൾ മറന്ന് ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ. നാടിനും സമൂഹത്തിനും വേണ്ടി കുറേ നന്മകൾ ചെയ്യാൻ സാധിക്കട്ടെ. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കുട്ടിക്കാനം മാർ ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി സുധീഷിന് ഇപ്പോഴും ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. കോളേജിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സുധീഷിന് നേരെ ബൈക്കുകളിലെത്തിയ 8 സംഘത്തിൻ്റെ അപ്രതീക്ഷിതമായ ആക്രമണം. ഫീസ് അടയ്ക്കുന്നതിന് കയ്യിൽ കരുതിയിരുന്ന 15,000 രൂപയും സംഘം അപഹരിച്ചു. കോളേജിൽ വെച്ചുണ്ടായ ചെറിയൊരു വാക്കുതർക്കത്തെ തുടർന്നുള്ള പകവീട്ടലായിരുന്നു സംഘം ചേർന്നുള്ള ആക്രമണത്തിന് കാരണം. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുട്ടിക്കാനം മാർ ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ബിടെക് വിദ്യാർത്ഥി സുധീഷിന്റെ നേരെയാണ് 8 സംഘത്തിന്റെ ആക്രമണം ഉണ്ടായതായി പരാതിയുള്ളത്. വ്യാഴാഴ്ച വൈകിട്ട് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ആക്രമണം. കഴിഞ്ഞ ദിവസം കോളേജിൽ വിദ്യാർത്ഥികൾക്കായി കാർ ഷോ സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടെ കുട്ടിക്കാനം പോത്തുപാറ സ്വദേശികളായ 8 പേർ അവരുടെ സ്വന്തം വാഹനവുമായി കോളേജിൽ കടക്കാൻ ശ്രമിച്ചു. ഇത് സുധീഷ് തടഞ്ഞിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ തർക്കം പിന്നീട് പറഞ്ഞു തീർക്കുകയും ചെയ്തു. പിന്നീട് ക്ലാസ് കഴിഞ്ഞ് വണ്ടിപ്പെരിയാറിലെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ വരുന്നതിനിടയിൽ കോളേജിന് സമീപം ബൈക്കിലെത്തിയ സംഘം സുധീഷിനെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ഒരു 7-8 പേര് അടങ്ങുന്ന സംഘം നേരത്തെ തന്നെ ഓട്ടോയുടെ പുറകിൽ ബൈക്കുമായിട്ട് ഫോളോ ചെയ്ത് വന്ന് വണ്ടി തടഞ്ഞു നിർത്തി ഇങ്ങനെ ഇടിച്ചു മാറ്റാൻ നാട്ടുകാരും ആരും വന്നിട്ടില്ല. വണ്ടിക്കകത്തുണ്ടായിരുന്ന എന്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു, പിന്നെ കൂടെ പഠിക്കുന്ന ഒരു പെൺകൊച്ചും ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ പിടിച്ച് വണ്ടിയിൽ നിന്ന് പുറത്ത് ഇറക്കി വിട്ടതായിരുന്നു. പിന്നെ അവരുടെ സ്വർണ്ണങ്ങളെല്ലാം അടിച്ചു മാറ്റേണ്ട പരിപാടി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ പോയിട്ടുണ്ട്. ഫീസ് അടയ്ക്കാൻ വെച്ചത് കാശാണ്, അതെല്ലാം പോയിട്ടുണ്ട്. ഇപ്പൊ ഇതിനെല്ലാം നഷ്ടപരിഹാരം, പിന്നെ ഇടിച്ചതിനും എന്റെ ഇപ്പൊ ചെവിക്കും ഒരു സൈഡ് കേൾവിയുടെ ചെറിയ കുറവുണ്ട്. ഇതെല്ലാം കാരണം എല്ലാം അമ്മമാരാണ്. ഇവന്മാർ നിരന്തരം അവിടെ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആളാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർ ഉൾപ്പെടെ കൂട്ടുനിന്നാണ് തന്നെ ആക്രമിച്ചതെന്നും കോളേജിലെ ഫീസ് അടയ്ക്കുന്നതിന് കയ്യിൽ കരുതിയിരുന്ന 15,000 രൂപയും സംഘം അപഹരിച്ചതായും സുധീഷ് പറയുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ സുധീഷിനെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേൾവിക്കുറവുണ്ടെന്നും വിദഗ്ധ ചികിത്സ വേണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചതായും സുധീഷ് വ്യക്തമാക്കി. വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര ജാമ്യം കിട്ടി പുറത്തിറങ്ങുമോ? പോത്തുണ്ടിയിലെ ജനങ്ങൾ വലിയ ഭീതിയിലാണ്. ആ കൊടും കുറ്റവാളിയുടെ മനസ്സിൽ ഇനിയുമുണ്ട് കൊലപ്പെടുത്താനുള്ളവരുടെ പട്ടിക.
അതിനാണോ അയാൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്? ചെന്താമരയുടെ ജാമ്യാപേക്ഷ ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അടുത്ത ദിവസം പരിഗണിക്കും. ഇരട്ടക്കൊലക്കേസിൽ റിമാൻഡിലുള്ള ചെന്താമര നിലവിൽ വിയ്യൂർ ജയിലിലാണ്. ജനുവരി 27-നാണ് അയൽവാസിയായ സുധാകരൻ്റെ അമ്മ ലക്ഷ്മി എന്നിവരെ അയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. ദൃക്സാക്ഷികളില്ലാത്ത കേസാണിതെന്നും കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നുമാണ് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ വാദം. പ്രതിയായ തനിക്ക് നിരപരാധിത്വം തെളിയിക്കാൻ അവസരം വേണം, ജാമ്യവ്യവസ്ഥകൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ആലത്തൂർ കോടതിയിൽ അഡ്വക്കേറ്റ് ജേക്കബ് മാത്യു മുഖേന സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പറയുന്നു. റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ആദ്യം പ്രതി ഇരട്ടക്കൊല നടത്തിയത് താനാണെന്ന് വ്യക്തമാക്കിയിരുന്നു. കുറ്റം സംബന്ധിച്ചാലുള്ള ഭവിഷ്യത്തിനെക്കുറിച്ച് അറിയാമോ എന്നും വക്കീലുമായി സംസാരിക്കണോ എന്നും കോടതി ചോദിച്ചു. സംസാരിക്കാൻ സമയം അനുവദിച്ച ശേഷം കോടതി വീണ്ടും ചേർന്നപ്പോഴാണ് കുറ്റം സംബന്ധിക്കാൻ തയ്യാറല്ലെന്ന് ചെന്താമര മറുപടി നൽകിയത്. ഇതിനു പിന്നാലെയാണ് പ്രതി ജാമ്യാപേക്ഷ നൽകിയത്. ജാമ്യഹർജി അടുത്ത ദിവസം കോടതി പരിഗണിക്കും. 2019-ൽ പോത്തുണ്ടി സ്വദേശി സജിതയെ കൊലപ്പെടുത്തിയ ചെന്താമര ഈ കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് കഴിഞ്ഞ ജനുവരി 27-ന് സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയത്. ന്യൂസ് 18 പാലക്കാട്. മലപ്പുറം വളാഞ്ചേരിയിൽ പട്ടാപ്പകൽ വീട്ടിൽ ദമ്പതിമാരെ മയക്കിക്കിടത്തി സ്വർണം കവർന്ന കേസാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. ഒരു യാത്രയ്ക്കിടെ പരിചയപ്പെട്ടയാൾ വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീട്ടിലെത്തി സൗഹൃദം സ്ഥാപിച്ച് 6 പവൻ സ്വർണം കവരുകയായിരുന്നു. കേസിലെ പ്രതി തൃശൂർ വാടാനപ്പള്ളി സ്വദേശി ബാദുഷയെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിക്കെതിരെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ സമാനമായ കേസുകൾ നിലവിലുണ്ട്. മോഷ്ടിച്ച ഫോണുകൾ ഉപയോഗിക്കുന്നതിനാൽ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് ഏറെ പണിപ്പെടേണ്ടി വന്നു. വളാഞ്ചേരി കോട്ടപ്പുറം പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന കോഞ്ചത്ത് ചന്ദ്രൻ, ഭാര്യ ചന്ദ്രമതി എന്നീ വൃദ്ധ ദമ്പതിമാരെയാണ് കഴിഞ്ഞ ദിവസം കവർച്ചയ്ക്കിരയാക്കിയത്. ജ്യൂസിൽ മയക്കുഗുളിക ചേർത്ത് മയക്കിക്കിടത്തി 6 പവൻ സ്വർണമാണ് ഇവരിൽ നിന്ന് കവർന്നത്. കേസിലെ പ്രതി തൃശൂർ വാടാനപ്പള്ളി സ്വദേശി തിണ്ടിക്കൽ ബാദുഷയെ വളാഞ്ചേരി പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടി. വൃദ്ധ ദമ്പതിമാർ മുട്ടുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പോയ ശേഷം കൊട്ടാരക്കരയിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ട്രെയിനിൽ വെച്ച് പ്രതി നേവി ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു. സംസാരത്തിനിടയിൽ സേനയിലെ ആശുപത്രികളിൽ വളരെ കുറഞ്ഞ ചിലവിൽ ശസ്ത്രക്രിയകൾ നടത്തുന്നുണ്ടെന്ന് ദമ്പതിമാരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുടർന്ന് ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായ ആശുപത്രി രേഖകൾക്കും മറ്റുമായി കോട്ടപ്പുറത്തെ വീട്ടിലെത്തുകയായിരുന്നു. പിന്നീടാണ് ജ്യൂസിൽ മയക്കുഗുളിക കലക്കി നൽകി മോഷണം നടത്തിയത്. ദമ്പതിമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ്. പ്രതിക്കെതിരെ കുറ്റിപ്പുറം, തൃശൂർ, തിരുവനന്തപുരം, ഇടുക്കി, കോഴിക്കോട്, കോട്ടയം ജില്ലകളിൽ സമാനമായ കേസുകൾ നിലവിലുണ്ട്. പ്രതി ഒറ്റയ്ക്കാണോ മോഷണങ്ങൾ നടത്തിവരുന്നത് അതോ കൂട്ടാളികളുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. മോഷണ ഫോണുകളാണ് ഇയാൾ ഉപയോഗിക്കാറ്. ഒരു കൃത്യം കഴിഞ്ഞാൽ ആ ഫോൺ ഉപേക്ഷിക്കുന്നതും ഇയാളുടെ രീതിയാണ്. എറണാകുളം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. സ്വന്തം വീട്ടിലേക്ക് ബാദുഷ ചെല്ലാറില്ലെന്നും പോലീസ് പറയുന്നു. മോഷണത്തിന് ശേഷം മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതിനാൽ വളാഞ്ചേരി പോലീസ് വളരെ തന്ത്രപരമായ അന്വേഷണങ്ങൾക്കൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. മുക്കുവണ്ടം കവർന്ന് 8ന്റെ പണി കിട്ടിയ കള്ളനുണ്ട് കണ്ണൂർ പള്ളിക്കുന്നിൽ. വയോധികയുടെ മാല പൊട്ടിച്ച കേസിലെ പ്രതി നാറാത്ത് സ്വദേശി ഇബ്രാഹിമാണ് കവർച്ചാ കേസിൽ കുടുങ്ങിയത്. റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന പന്നിയൻപാറ സ്വദേശിനി കാർത്തിയാനിയുടെ മാല പൊട്ടിച്ചെടുത്തെങ്കിലും അത് മുക്കുവണ്ടമായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ്
പ്രതി ഇബ്രാഹിം പോലീസിന്റെ പിടിയിലായത്. പന്നേൻപാറ സ്വദേശി കാർത്തിയായനി എന്ന 72-കാരിയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ചെടുത്ത സംഭവത്തിൽ നാറാത്ത് സ്വദേശി ഇബ്രാഹിമാണ് പിടിയിലായത്. ഇയാൾ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പള്ളിക്കുന്ന് ഭാഗത്ത് നിന്ന് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു കാർത്തിയായനി. വഴി ചോദിക്കാനെന്ന വ്യാജേന നിന്ന ശേഷമാണ് കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നു. മാല വലിച്ചു പൊട്ടിക്കുന്നതിനിടെ വീണ് കാർത്തിയായനിക്ക് പരിക്കേറ്റിരുന്നു. അതേസമയം ഇയാൾ പൊട്ടിച്ചെടുത്ത മാല മുക്കുപണ്ടമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഇബ്രാഹിം മുമ്പ് സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. ന്യൂസ് 18 കണ്ണൂർ.